അച്ഛൻ കുട്ടികളെ അച്ഛൻ അവിടെ എങ്ങനെ ഇരിക്കണം? നിലത്തിരിക്കാൻ പറ്റുമോ? അമ്മ ഉള്ളിലാവും അല്ലേ? കുട്ടീനെ എടുക്കാൻ കുട്ടി ഉറങ്ങാം. ഉറക്കാം. അച്ഛനെ വെള്ളിയായിരിക്കണം. അഭിജിത്ത് അല്ലേ? അഭിജിത്ത് തന്നെ അമൃത. നമ്മളെ വീട്ടുപേരെന്താ അവിടെ? ചെറുപുര. കണ്ണാ എല്ലാവരും നേരെ വഴി ഓരോ പദ്ധതിയായിട്ട് വന്നാവൂല്ലേ? കഴിഞ്ഞിട്ടുള്ള ഇതിലാണെങ്കിൽ ഇൻ്റെ റൂമിലെന്ന വലിയൊരു ബോർഡ് കാണാം. ഇതിലെത്തിയുള്ള പിന്നീട് വരിക ബേജാറ് പാടില്ല എന്നാണ്. എന്താ ചെയ്യാ? ഓക്കെ, നോക്കാം കേട്ടോ. നക്ഷത്രം എന്തായിരുന്നു? ചിത്ര. ചിത്ര നാളെയാണോ പറഞ്ഞാളെ? നാളെ നക്ഷത്രം നാളേക്കുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ചിത്ര അല്ല കരിയ അപ്പൊ ചിത്ര നക്ഷത്രാണ്. നക്ഷത്രം കൊണ്ട് ഒരു കുഴപ്പവും ആർക്കില്ല. അത് തന്നെ അതാ പറയാനുള്ളത് കേട്ടോ. കറുത്തർത്ഥം, കറുത്ത് പോയും, കറുത്ത് പോയിരണം അല്ലേ? ഇതൊക്കെ വന്നാലാണല്ലോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ നമ്മള് ഈ ജാതകം വായിക്കാന്ന് പറഞ്ഞാല് കഴിഞ്ഞ ജന്മത്തിന്റെ ഒരു ഫലം, ഇപ്പോൾ വായിക്കുന്ന ഫലം, ഇനി വരാതിരിക്കുന്ന ഫലം, ഈ 3 കാലങ്ങളുടെ ദശ വയ്ക്കണ്ടേ? ഈ 3 കാലങ്ങളുടെ ഒരു ജ്ഞാനമാണ് ഈ ജാതകം എന്ന് പറയുന്നത്. അപ്പോ ഈ അതിൻ്റെതായിട്ടുള്ള ദുരിതങ്ങൾ എന്താ? ഇപ്പൊ ചെറുപ്പത്തിൽ ജാതകം വായിക്കണം എന്നൊക്കെ പറയണത് എന്താ വെച്ചാൽ 12 വയസ്സിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ട വഴിപാടൊക്കെ നമ്മൾ നേരത്തെ തന്നെ കണ്ട് അറിയണം. അത് പിന്നീട് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ തന്നെ നോക്കാം. അപ്പൊ ഇതിൽ ആദ്യം തന്നെ നവഗ്രഹങ്ങളെ സങ്കല്പിച്ച് ശ്ലോകമൊക്കെ എഴുതിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഹരിശ്രീ ഗണപതയെ നമഃ അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ മദീയ ഹൃദയാകാശേ ചിദാനന്ദമയോ ഗുരു ഉദേതു സതതം സമ്യജ്ഞാന തിമിരാരണ അഗജാന പത്മാർക്കം ഗജാനമഹർനിശം അനേകദന്തം ഭക്താനാം ഏകദന്തം ഉപാസ്മഹേ ജനനി ജന്മസൗഖ്യാനാം വർദ്ധിനി കുലസമ്പദാം പദവി പൂർവ്വ പുണ്യാനാം ലിഖിതേ ജന്മോത്രിക അർക്കേന്വരജ്ഞദേവേറ്റ് ശുക്രമന്ദാഹികേതവ രക്ഷേന്ദ്രന ഗ്രഹാസർവേ അജലഗ്ന സമുൽപ്പന്ന. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും വിഘ്നേശ്വരൻ ഗണപതി ഇല്ലാതെ ഒന്നുമില്ല. ഗണപതി അല്ലേ? ഗണപതി അതേപോലെ തന്നെ ആയിരിക്കുന്ന സരസ്വതി, സുബ്രഹ്മണ്യ സ്വാമി, നമ്മൾ ആരാധിക്കുന്ന എല്ലാ ദേവീ ദേവന്മാരും നവഗ്രഹങ്ങളും കുട്ടിയെ ആയുഷ്കാലം മുഴുവൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിലാണല്ലോ എല്ലാ കാര്യവും നടക്കുക. അപ്പോൾ അതേപോലെ ജാതകം എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് പേജിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. കൊല്ലവർഷം 1201 വൃശ്ചികമാസം 1-ാം തീയതി സോമവാരം അസ്തമനാൽ പൂർവ്വം 3 നാഴിക 32 വിനാഴിക അസ്തമിപ്പാനുള്ള സമയം എന്നാണ് പറഞ്ഞത്. അപ്പൊ 4 മണി 24 4:24 ആണ്.
അപ്പോൾ 3 നാഴിക 32 വിനാഴിക അസ്തമിക്കാനുള്ള സമയത്ത് ജനിച്ചു. ചിത്ര നക്ഷത്രം തൃതീയ പാദത്തിൽ തുലാം രാശിക്കൂറിൽ ആദ്യം എന്ന് പറയുമ്പോൾ മേടൻ രാശിയുടെ ആദ്യത്തിലേക്കാണ് തിങ്കൾ സേമൽ പുണ്യകുമാരോ ഭൂജാത ഹൃദാൻ ഇതി നാമധേയം. അടുത്ത പേജ് എഴുതിയിട്ടുണ്ട്. 2025 നവംബർ മാസം 17-ാം തീയതി തിങ്കളാഴ്ച പകൽ 4:24 ചിത്ര നക്ഷത്രം ആദ്യ പാദത്തിൽ തുലാം രാശിക്കൂറിൽ മേടം രാശിയുടെ ആദ്യത്തിലേക്കാണ് തിങ്കൾ ശ്രീമൽ പുണ്യകുമാരോ ഭൂജാത. സ്പെല്ലിംഗ് അപ്പൊ ആ സമയത്തെ ഗ്രഹസ്ഥ പ്രകാരം വൃശ്യമാസത്തിൽ സൂര്യൻ ഉദിക്കുന്നത് ഉദയരാശി വൃശ്ചിക രാശി, അങ്ങനെ വന്ന് വൃശ്യം ധനു മകരം കുംഭം കഴിഞ്ഞ് മീനം കഴിഞ്ഞ് മേടം രാശി ആയപ്പോഴാണ് 4:24 എന്നുള്ള സമയമായിട്ടുള്ളത്. അപ്പൊ മേടം രാശിയെ തന്നെ 2, 3, 4 വ്യാഴം, 5 കേതു, 6, 7 ചന്ദ്ര ശുക്രൻ, 8 സൂര്യൻ ചൊവ്വ ബുധൻ, 9, 10, 11 രാഹു, 12 ഗുളികനും ശനിയും കൂടിയാണ്. അപ്പൊ ജനന സമയത്ത് ദൈവാനുഗ്രഹം നന്നായിട്ടുണ്ടെന്നാണ്. ആരെ ഗുരുവായൂരപ്പനെ വല്ലാതെ പ്രാർത്ഥിച്ചാവല്ലേ, അത്രയും ദൈവാദിനുള്ള സമയത്താണ് ജനിച്ചത് കേട്ടോ. സർവേശ്വരാണാം സാന്നിധ്യം ദക്ഷിണാസ്തി, സർവേശ്വരന്മാരുടെ മഹാസാന്നിധ്യം മഹാവിഷ്ണുവിൻ്റെതാണെന്നുള്ളതും വ്യാഴം പ്രസാദിച്ചാൽ ഈശ്വരകാരുണ്യം ജീവിതകാലം മുഴുവൻ ഉണ്ട് എന്ന്. അപ്പൊ കുട്ടി ചിലപ്പോൾ ഈശ്വരനെ പ്രാർത്ഥിച്ചില്ലെങ്കിലും ദൈവം കൂടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ജനിച്ചത്. അപ്പൊ ഈശ്വരാധീനുണ്ട്, ആയുസിംഗിലേക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ ജാതകം വായിക്കുമ്പോൾ തന്നെ പൂർവ്വമായു പരീക്ഷേത പശ്ചാത് ലക്ഷണമാദിശൽ അനായുഷന്തു മത്യാനം ലക്ഷണ പ്രയോജനം. ആദ്യം ആയുസിന്റെ കാര്യം ചിന്തിക്കണം, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ആയുസ് എന്നുള്ളത് അഷ്ടമം കൊണ്ടാ പറയാം. അഷ്ടമാധിപത്യം ചൊവ്വ ലഗ്നാധിപത്യം വെച്ച് പ്രബലനായി നിൽക്കുമ്പോൾ ആയുസിംഗിലേക്കും യാതൊരു കുഴപ്പമില്ല. ആയുർവേദമുണ്ട്, ദൈവാനുഗ്രഹമുണ്ട്. നമ്മളല്ലേ കേസരി യോഗം എന്നൊക്കെ പറയുമല്ലോ നമ്മൾ പൊതുവെ. അപ്പൊ ഈ ഗജകേസരി യോഗം എന്ന് പറയുമ്പോൾ വ്യാഴം കർക്കിടകത്തിൽ നിൽക്കുമ്പോൾ തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത്രയും ഗജകേസരി യോഗമുള്ള സമയത്ത് ജനിച്ചതാണ് കാണുന്നത് കേട്ടോ. കേസരി യോഗി ജാതോ ധനവാൻ സ്വകുലാധിപം മഹാപ്രാജ്ഞ ഗ്രാമപുര നഗരകർത്ത സഹസ്രമാസേഷു ജീവിതം വിദ്യ. സഹസ്രമാസം എന്ന് പറയുമ്പോൾ 1000 വെളുത്ത പാവ് എന്നാ പറയാം. 1000 വെളുത്താകുമ്പോഴേക്കും 83 വയസ്സും 4 മാസവും 24 ദിവസമൊക്കെ ആവും കേട്ടോ. അപ്പോൾ ആയുസിംഗിലേക്ക് കുഴപ്പമില്ല, ദൈവാനുഗ്രഹം നന്നായിട്ടുണ്ട്. ലഗ്നാധിപൻ ചൊവ്വ അഷ്ടമത്തിനുണ്ട്. പിന്നെ നമ്മൾ എത്ര നല്ല സമയത്ത് ജനിച്ചാലും ജാതകത്തിൽ ആ സ്ഥിതി ഗ്രഹസ്ഥിതി പ്രകാരം ചില ദോഷങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകും. ഇതറിയാനാണ് ജാതകം വായിക്കുന്നത്. കുട്ടി ജനിച്ച സമയത്ത് അഷ്ടമത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ 12 ശനി ഇങ്ങനെ 4 ഗ്രഹങ്ങൾ അനിഷ്ടത്തിലുണ്ട്. അപ്പോൾ വ്യാഴം പ്രസാദിച്ചുകൊണ്ട് മറ്റ് ഗ്രഹങ്ങൾക്ക് പരിഹാരമുണ്ട്. എങ്കിലും നമ്മൾ വഴിപാട് ചെയ്യുമ്പോൾ അയ്യപ്പ ക്ഷേത്രത്തിനും ശിവക്ഷേത്രത്തിനും ഭഗവതി ക്ഷേത്രത്തിനും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനും ഓരോ വിളക്കൊക്കെ സമർപ്പിക്കണം. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, ചോറൂണ് കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ജാതകം വായിച്ചു തോന്നുള്ളൂ 6 മാസം കഴിഞ്ഞല്ലാതെ വഴിപാടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ദേവകോപങ്ങളുണ്ട്, അതിന് പരിഹാരം ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഈ ജനനസമയത്ത് സൂര്യൻ അഷ്ടമത്തിലാണ്. ഈ ശിവനെ വഴിപാട് ചെയ്യുമ്പോൾ പിതാവിങ്കിലേക്കുള്ള ദോഷങ്ങൾക്ക് പരിഹാരം വരിക. എന്താ നാളെ 2 മകീര നക്ഷത്രം മിഥുനക്കൂറാണ്. മോളെ തിരുവാതിര, മകീര തിരുവാതിര രാശിയാണ്. 2 ശനിദോഷക്കുള്ള സമയമാണ്. കുട്ടിയുടെ ജാതകം കൊണ്ട് 2 കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 ശനിദോഷം അപ്പൊ ഈ ലോകത്തുള്ള മകീരം തിരുവാതിര നാളുകൾക്കൊക്കെ കണ്ടകശിനിയാണത്. അപ്പൊ ഇത് ആരെങ്കിലൊക്കെ ഉണ്ടാവും ഈ നക്ഷത്രക്കാരില്ലേ, അവരൊന്നും കേൾക്കാതെ യോഗം ഉണ്ടായി. ഏതാണെങ്കിൽ അയ്യപ്പസ്വാമിനെ നന്നായി പ്രാർത്ഥിക്കണം ഈ നക്ഷത്രക്കാര് കേട്ടോ. 1 കൊല്ലം 10 മാസം വരെ വഴിപാടൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ ജനനസമയം തൊട്ട് 3 വയസ്സും 3 മാസവും 14 ദിവസം വരെയാണ് ഈ ചൊവ്വാദശ എന്നുള്ളത് കിട്ടിയിട്ടുള്ളത്. ഭഗവത് സേവാ കർത്തവ്യം, ദേവി പ്രീതികരായ വഴിപാടുകൾ എല്ലാ മാസവും ചെയ്തോളണം. അവസാനം എഴുതിയിട്ടുണ്ട് പേപ്പറിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നല്ലോ കേട്ടോ. അതൊക്കെ നോക്കിയാൽ പറയാം. ഈ ചൊവ്വ ലഗ്നത്തിന്റെ 8ാമത്തെ രാശിയിലാണ്. അപ്പൊ ബാലാരിഷ്ടകാലം എന്നാ എത്ര നല്ല സമയത്ത് ജനിച്ചാലും ആദ്യത്തെ 4-8 വയസ്സ് വരേക്ക് അച്ഛനമ്മമാരുടെ സമയദോഷം കുട്ടി അനുഭവിക്കുന്ന. പിന്നത്തെ 4 കൊല്ലം കുട്ടിയുടെ ജന്മപാത ദുരിതം. അപ്പൊ മൊത്തത്തിൽ 12 വയസ്സ് കഴിയെങ്കിലാണ് കുട്ടികളെ ജാതകത്തിനും ഫലങ്ങളൊക്കെ കിട്ടുള്ളൂ എന്നാണ്. അപ്പൊ 8 വയസ്സ് വരെ കുട്ടിയുടെ പേരിൽ വഴിപാട് ചെയ്യുമ്പോൾ അച്ഛന്റെ അമ്മയുടെ പേരും കൂടി ഓരോ പുഷ്പാഞ്ജലി കൂടി അതാത് ക്ഷേത്രങ്ങളിൽ ചെയ്തോളണം. പിന്നീട് 4 കൊല്ലം ജന്മപാത ദുരിതം എന്നാ പറയാം. അപ്പൊ മൊത്തത്തിൽ 12 വയസ്സ്. പണ്ടൊക്കെ നമ്മുടെ കാലദോഷം കൂടുതലുണ്ടാകുമ്പോൾ തലക്കുറിയാണ് എഴുതാം. തലക്കുറി എന്ന് പറഞ്ഞാൽ 12 വയസ്സേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജാതകാക്കി മാറ്റുമെന്നാ പറയാം. ഇപ്പൊ ചൊവ്വ എന്നുള്ള ഗ്രഹം ലഗ്നത്തിന്റെ 8ലാണ്. അത് കഴിഞ്ഞാൽ 18 കൊല്ലം വരെ രാഹുദശയാണ്. അപ്പോഴേക്കൊരു 21 വയസ്സാവും. രാഹു എന്നുള്ള ഗ്രഹം 11ൽ നിൽക്കുന്ന ഗ്രഹമാണ്. അവിടെ കാവന്നീര് സർപ്പക്കാവന്നീരുണ്ടോ തറവാട് സംബന്ധമായിട്ട്? അങ്ങനെ ഇല്ല. ശരി, ഇല്ല കുഴപ്പമില്ല. ഇതില് കുട്ടിയുടെ ജനന സമയം കൊണ്ട് സർപ്പകാരൻ രാഹു 11ലാണ്. സർപ്പദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല.
എങ്കിലും നമ്മൾ എല്ലാ കുട്ടികളെയും 12 വയസ്സ് വരെ സർപ്പക്കാവ് കൊണ്ടുപോയി തൊഴിയിക്കണം, വർഷത്തിൽ ഒരു തവണ. സർപ്പപ്രീതി അവശ്യമേവ കരണി ആരോഗ്യ പുത്രാപ്തയെന്നാ പറയാ. നാഗങ്ങൾ അനുഗ്രഹമുണ്ടെങ്കിലാണ് ദേഹചാട്ടുള്ള ആരോഗ്യസ്ഥയ്ക്ക് ശരിയാവും. അങ്ങനെ 21 വയസ്സ് വരേക്ക് പഠിക്കേണ്ട കാലഘട്ടങ്ങളൊക്കെയാണ്. നിറഞ്ഞ മുതൽ നിറഞ്ഞ വിദ്യയാണ്. നല്ലോണം പഠിക്കാൻ യോഗമുണ്ട്. അച്ഛൻ നല്ല പഠിച്ചിരുന്നോ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതെ, അച്ഛനമ്മ നല്ല പഠിച്ചുകൊണ്ട് കുട്ടി പഠിച്ചോളാം എന്നുള്ളത് അപ്പോഴേ ഈ കുട്ടി ഇളയകാലം പഠിക്കുന്ന ആരാ കേട്ടോ. പഠിക്കുന്ന പറഞ്ഞാൽ ഒരിക്കലും പഠിക്കില്ല കുട്ടി. പഠിക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. സ്വയം പഠിച്ച് ശരിയാവണം. സ്വബലമതിനോ സ്വപ്രയത്നം കൊണ്ട് നേടിക്കുന്ന വിദ്യയോട് സമ്പത്തോട് കൂടിയിരിക്കാൻ യോഗം ഉണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. കർമാധിപതി ശരിയാണ്. ലഗ്നത്തിന്റെ മീനൻ രാശിയിലാണ്. ഈ സേനാനി ബഹുഇത്തതാരതനോ ദാദാസു പ്രത്യക്ഷമേ, സേനാനായകങ്ങൾ ധരിക്കാൻ നല്ല കളർഫുൾ ആയിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ച് നടക്കുന്നതൊക്കെ വലിയ ഇഷ്ടമായി. സദ്വസ്ത്രഭൂഷണോ വിശ്വഭക്ത രാമ മനോഹരവും പ്രബോധശാലി മാളബജോ ഭവതി സപ്തതി വർഷജീവി. 70 വയസ്സായിരിക്കും ആരോഗ്യമായിട്ട് യാതൊരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ പഞ്ചമഹായോഗങ്ങളിൽ പിന്നെ മാളവയോഗം കിട്ടിയിട്ടുണ്ട്. അത് വിദ്യാസ്ഥാനാധിപത്യം വെച്ച് പിന്നെ ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ പഠനത്തിലൊക്കെ നല്ല ഉഷാറായി വരുന്നത് കാണുന്നുണ്ട്. അങ്ങനെ 37 വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹം കഴിയും. പിന്നെ 19 കൊല്ലം വരെ ശനി ദശയാണ്. അപ്പോഴേക്കൊരു 56 വയസ്സാവും. ശനി ലഗ്നത്തിന്റെ 12ലാണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ ദോഷം വരാതിരിക്കാൻ ചെറുപ്പത്തിൽ നമ്മൾ അയ്യപ്പനൊരു വിളക്കിയാർത്താന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ ആ കാലഘട്ടം വന്നാൽ അതിനുകൂടി പരിഹാരം ആവുന്നുള്ള കാണുന്നുണ്ട്. നമ്മളെന്ത് ജാതകം നോക്കുകയാണെങ്കിലും കൊല്ലത്തിൽ ഒരു തവണയൊക്കെ ജാതകമൊക്കെ ഒന്ന് മറച്ചു നോക്കണമെന്ന് അറിയാം. എന്താ വെച്ചാൽ ഇതില് ഒരു വരാതിരിക്കുന്ന ഒരു കൊല്ലം വരെ എന്താണ് സംഭവം എന്ന് അറിയണേ. ഇതിപ്പോ ജാതകം വളരെ ഷോർട്ടായിട്ടുള്ള രൂപമാണ് ജാതകം. കുറേ സംഭവങ്ങളാണ് കിടക്കുന്നത്. അപ്പൊ കൊല്ലം നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിലുള്ളൂ ഏത് ഈശ്വരനാണ് നമ്മൾ വഴിപാട് ചെയ്യുന്നത്. അപ്പൊ അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തുകൊണ്ടൊന്നും ശരിയാവില്ല. പക്ഷെ ചെയ്യേണ്ടത് ചെയ്താൽ ശരിയാവും. അപ്പൊ ജാതകം നോക്കിയെങ്കിലേ അറിയുള്ളൂ. ഇപ്പൊ സൂര്യാപഹാരമാണെങ്കിൽ ശിവക്ഷേത്രത്തിലാണ് വഴിപാട് ചെയ്യേണ്ടത്. അങ്ങനെ ഓരോ സമയത്തും വ്യത്യസ്ത ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെയാണ് വഴിപാട് ചെയ്യേണ്ടതെന്നാണ്. അങ്ങനെ 55-56 വയസ്സാകുമ്പോൾ ശനി അവസാനിക്കും. ശനി ചെറുപ്പത്തിലാണെങ്കിൽ 19 വർഷം വരെ പഠിക്കാൻ യോഗം ഉണ്ടാവില്ല. ഭാഗ്യമുണ്ട്, ചെറുപ്പത്തിൽ ഒന്നും ആയില്ല ശനി, കുറച്ച് വലുതായിട്ടാണ്. അപ്പോഴേക്കും എന്തായി, സന്താനഭാഗ്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മക്കളെ ജാതകം കൊണ്ട് ഗുണപ്രാപ്തി കൊണ്ട് പിന്നെ ആ കാലഘട്ടത്തിലുള്ള ദോഷത്തിന് പരിഹാരം വരുന്നത് കാണുന്നുണ്ട്. ശനി 12 ഈ സ്പീഡ് കുറച്ച് കൂടുതലായി ഓടിപ്പാഞ്ഞ് നടക്കുന്ന അറിയാം. അപ്പോഴാണല്ലോ തട്ടമിട്ട് എന്നൊക്കെ പറയാം. ഏതാ വഴിപാടൊക്കെ ചെയ്യാം. പിന്നെ 55 വയസ്സാവും, 56 വയസ്സാകുമ്പോൾ ശനി കഴിയും. പിന്നെ 17 കൊല്ലം വരെ ബുധദശയാണ്. അപ്പോഴേക്കൊരു 73 വയസ്സാവും. ബുധൻ ലഗ്നത്തിന്റെ അഷ്ടമത്തിലാണ് പോയി നിൽക്കുന്നത്. ആദ്യത്തെ സമയം ദോഷമുള്ളൂ എങ്കിലും ബുധന്റെ ദശാകാലത്തില് ദ്വിജജനിതനാപ്തി ക്ഷേത്രകോ വാജ്യലാഭ മനോപരസ്വര പൂജ വിത്ത സംഘാസന്ധി ഒന്നിച്ചുള്ള നല്ല ലബ്ധി ഉണ്ടാവുക. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഈ ബുധനെ കൊണ്ട് പറയുന്നുണ്ട്. അച്ഛൻ, അമ്മ, അമ്മാവൻ ഒക്കെ പറയാം. പിതാവ് സൂര്യനെ കൊണ്ട് പറയാം. ശിവന് വഴിപാടി നമുക്കുള്ള ദോഷം തീരും. ചന്ദ്രൻ എന്ന മാതാവ് ലഗ്നത്തിന്റെ 7 ദോഷമില്ല. പിന്നെ ബുധനെ കൊണ്ട് അമ്മ എന്ന് പറയാം. അഷ്ടമത്തിലാണ് പോയി നിൽക്കുന്നത്. ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുമ്പോൾ അമ്മാവനിലേക്കുള്ള ദോഷത്തിന് പരിഹാരം വരും. അച്ഛൻ, അമ്മ, അമ്മാവൻ, താൻ നിറപ്പ് കുട്ടീന്റെ കാര്യം തന്നെ. ഈ ദേവി ക്ഷേത്രത്തിലേക്ക് വഴിപാട് നീ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ദൂരെയുള്ള ദേവി ക്ഷേത്രം ഇങ്ങനെയൊക്കെ അതെ അമ്മ ചോദിച്ച ദൂരത്തുള്ള ഏതൊരു ദേവി കാത്തിരിക്കുന്നത് അല്ല എപ്പോഴാണ് സ്വർഗണ സമയത്ത് പോയാൽ. അപ്പൊ ദേവിയുടെ കൂടെ ഒരു അനുഗ്രഹത്തോടു കൂടിയാണ് ജനിച്ചത്. അപ്പൊ തൊട്ടടുത്തുള്ള അല്ലാന്ന് കാണുന്നുണ്ട്. ചെറിയ ദൂരത്തുള്ള ബുധൻ 17 കേതു 7 കേദശ കഴിയുമ്പോഴേക്ക് 80 വയസ്സാവും. ഏതാണെങ്കിലും ആയുസിംഗിലേക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ള കാണുന്നുണ്ട്. ഈ ചിത്ര നക്ഷത്രം പൊതുവെ അസുരഗണത്തിൽ ജനിച്ച ഇതാണ്. അസുരഗണാണ്. പിന്നെ സ്ത്രീ നക്ഷത്രം പെൺകുട്ടിയൊക്കെ വേണ്ട നാളാണ്. വെച്ചിട്ട് പെൺകുട്ടീനെ വരുന്നാവില്ല കേട്ടോ. സ്ത്രീ നക്ഷത്രമാണ്. ചിത്ര പുലി എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സംസാരിക്കലാവില്ല. ആദ്യം പിന്നെ ഉപദ്രവിച്ചിട്ട് വർത്താൻ പറയുള്ളൂ. ചില കുട്ടികളാകുമ്പോൾ കുറച്ച് കൂടുതൽ സ്നേഹമാവും കേട്ടോ. പുലിയാണ് മൃഗം. കൂവളം ആണ് ചിത്രകൂവളം. കൂവളം മരം അറിയാലോ, ശിവക്ഷേത്രത്തിൽ പ്രധാനമാണ്. അതാണ് വൃക്ഷം. കാക്കയാണ് പക്ഷി. അഗ്നിയാണ് ഭൂതം. മഹേശ്വരോ ഭൂതദേവത. തീയനെ വലിയ ഇഷ്ടമാവും. തീയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. നാളിൽപ്പെട്ടായിരിക്കുന്ന മൃഗം, വൃക്ഷം, പക്ഷി ഇതിനൊന്നും ഉപദ്രവിക്കാനോ നശിപ്പിക്കാനോ പാടില്ല. കൂവളമരം ഒന്നും മുറിക്കാൻ പാടില്ല. പിന്നെ കാക്ക നല്ല ചെയ്യാൻ നമുക്ക് അറിയാലോ, കുഴപ്പമില്ല. ഏതാണെങ്കിലും നാളുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. പിന്നെ മേടലഗ്നായതുകൊണ്ട് വൃത്താതാമത് കൃഷ്ണ ശാകലവുക്ക് ക്ഷിപ്രപ്രസാദോടന
ഈ പെട്ടെന്ന് സന്തോഷിക്കുന്ന മനസ്സാവുന്ന, എപ്പോഴും മനസ്സിൽ എന്ത് വേണം, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ആ പ്രയാസം മാറ്റി വെച്ച് സന്തോഷിക്കാൻ കഴിയണമെന്നാ പറയാ. ഈ കുട്ടിക്ക് ധാരാളമാണ്, വളരെ ഹാപ്പി ആയിരിക്കും എപ്പോഴും, ഒരു ടെൻഷൻ ഒന്നും ഉണ്ടാവില്ല. അതെ അതെ, മാനസിക ടെൻഷൻ ഉള്ള ആളാണോ ജാതകം നോക്കി അറിയാൻ പറ്റില്ല, ആളെ കണ്ടില്ലെങ്കിലൊക്കെ അറിയാൻ പറ്റുന്ന. ഈ ചന്ദ്രൻ നക്ഷത്രത്തിലാണെങ്കിലാണ് അവർക്ക് ജീവിതകാലം മുഴുവൻ ടെൻഷൻ തന്നെയാവും. ഇതില് ചന്ദ്രൻ ലഗ്നത്തിന്റെ 7 നിൽക്കുന്നുണ്ട്. എപ്പോഴും നല്ല ഒരു ഇതായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്ന ആളാവും കാണുന്നത്. അങ്ങനെ. അപ്പോൾ മനസ്സും ബുദ്ധിയും ദേഹം രക്തവും സുഖമയും, മനസ്സ് ബുദ്ധി ദേഹമൊക്കെ ചന്ദ്രനെ കൊണ്ടാ പറയാം. ലഗ്നത്തിലേക്ക് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മാനസിക സംഘർഷ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ക്ഷിപ്രപ്രസാദോടന കാമി ദുർബല ജാൻ അസ്ഥിരന ശൂരോങ്കന വല്ലഭ, എപ്പോഴും പ്രഥമ സ്ഥാനത്ത് നിൽക്കാനാവും ഇഷ്ടം. എന്തേ പഠിക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ മാർക്ക് കുറച്ച് ഉഷാറായിട്ടോ, ഇനി അടുത്തേലും ഉഷാറാക്കാൻ നമുക്ക് പറഞ്ഞാൽ നല്ല പഠിച്ചോളുന്നത്. എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ പിന്നെ തീരെ പഠിക്കില്ല. അപ്പം എന്തിനും പ്രഥമ സ്ഥാനത്ത് നിൽക്കാനും, അപ്പോൾ പഠിപ്പിച്ച ആൾ ഉഷാറെന്ന് കാണുന്നുണ്ട്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും ആദ്യം എന്തിനും മുന്നിൽ ആളുണ്ടാവുന്ന കാണുന്നത്. സേവാജ്ഞക്കുന്നുകി വ്രണാങ്കിലേശ്വരോ മാനി സഹോദരാഗ്രജ, സഹോദരന്മാരിൽ അഗ്രജനായിരിക്കും, ആദ്യസന്താനം, അങ്ങനെയാണല്ലോ. അപ്പൊ എല്ലാം കൊണ്ടും നന്നായിട്ടുണ്ട്. പിന്നെ തുലാക്കൂറിൽ ജനിച്ചതുകൊണ്ട് പിന്നെ ദേവദ്യുനാമാസരിക്കുന്ന ദേവന്മാരും ബ്രാഹ്മണന്മാരൊക്കെ അനുഗ്രഹമുള്ള ആളായിത്തീരും. ദേവബ്രാഹ്മണ സാധുപൂജനത, സാധുജനങ്ങളെ സഹായിക്കാനുള്ള മനസ്സൊക്കെ ഉള്ള ആളായിത്തീരും. ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ സജീവമാവുന്നത്. അതല്ലേ വേണ്ടേ? പൈസ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അന്നദാനവും കാര്യങ്ങളും നമ്മൾ ചെയ്തോ. നമ്മൾ എത്രത്തോളം നന്മകൾ ചെയ്യുന്നോ അത് നമുക്കും നമ്മളെ കുട്ടികൾക്കും തന്നെ ഉണ്ടാവും സമ്പത്ത്, ഐശ്വര്യം. അപ്പൊ അതിൽ ദാരിദ്ര്യമൊക്കെ നല്ല സമ്പന്നായ യോഗമുണ്ട്. അപ്പോൾ എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങളും കാര്യമൊക്കെ ചെയ്ത് ആരെ കണ്ടാലും സഹായിക്കാനുള്ള മനസ്സ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് കാണുന്നുണ്ട്. ദേവബ്രാഹ്മണ സാധു പൂജിത പ്രാജ്ഞ ശുചി സ്ത്രീ, നല്ല വൃത്തിയായി നടക്കുന്ന ആളായിത്തീരും. ഉന്നത നാസിക കൃഷധരൻ, പേരൊക്കെ അല്ലേ? മൂക്കില്ലേ? ഏതൊരു സിനിമയാണ് അതെ, മൂക്കില്ല. അതെ, നല്ല മൂക്കായിരിക്കുന്നത്. മൂക്ക് അല്ലേ? അപ്പൊ ശ്വസന സംബന്ധമായിട്ടുള്ള നഷ്ടമൊന്നും അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ദേവബ്രാഹ്മണ സാധു പൂജിത പ്രാജ്ഞശുചി സ്നേഹപ്രാശ്വസുന്ന നാസിക കൃഷശരൽ, എത്ര വർഷം കഴിച്ചാലും വല്ലാതെ തടിക്കില്ല, വല്ലാതെ മെലിയില്ല, അങ്ങനത്തെ ആളായിത്തീരുന്നത്. ഗാത്രന്റെ ഓർത്ഥാനിത ഹീനാങ്ക ക്രൈ വിക്രേഷ വിശലോ, കൈവിരലുകൾ കാൽവിരലുകൾക്കൊക്കെ നീളം കൂടുതലാണ്. കഴിഞ്ഞ കേട്ടോ, ചെറിയ കൊണ്ടൊക്കെ വിരലൊന്നും ആവില്ല, നല്ല നീളം അല്ലേ? അങ്ങനെയാണത് കേട്ടോ. ദേവദ്യുനാമാസരക്ക് പേരിട്ട് ഹൃദാന്ത, ഇതിന്റെ മീനിങ് എന്താണ് നോക്കിയാ? ഏതാണെങ്കിലും ഇതാണ് പേരെങ്കിലും വേറെ പേര് ഇത് ഇടാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ലെ, അതല്ല, ഇതിന് മുന്നേ തന്നെ ഇനി അച്ഛനോ അമ്മ ആരെങ്കിലും വിചാരിച്ചെന്നോ അറിയില്ല ഒരു പേര്, ഒരു ഈശ്വരനാമം വിചാരിച്ചെന്തെങ്കിലും വേറെ പേരാണെന്ന് ഇല്ലേ? അതെ, അതല്ലേ പറയണേ. നല്ല കഥ. ഒരു കൃഷ്ണനായിട്ട് ബന്ധമുള്ള ഒരു പേരുണ്ടെന്ന് മനസ്സിലുണ്ടേ അല്ലെ? അത് കുഴപ്പമില്ല. ഇനി ഈ പേരെന്നെ ആയിക്കോട്ടെ, അതിന് നല്ലതുണ്ടല്ലോ. ദേവദ്യുനാമാസരിക്ക് എന്താണെങ്കിലും വിളിക്കുന്ന പേര് ഈ പേരായിരിക്കില്ല ഒരിക്കലും, അത് വേറെ പേരിൽ അറിയാം. എല്ലാവരും ആ പേരില എല്ലാവർക്കും കുട്ടി അറിയാം. ഇത് റെക്കോർഡിക്കല് ഈ പേരായിരിക്കും കേട്ടോ. ദേവദ്യുനാമാസരിക്ക്. അപ്പൊ 2 പേരുകളിൽ അറിയപ്പെടുന്ന ആളായിത്തീരുന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പൊതുവെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പം വെളുത്ത പക്ഷം കറുത്ത പക്ഷം എന്നൊക്കെ പറയുന്നോളേ ഇതില് എഴുതിയിട്ടുണ്ട്. അസിതവർഷ ത്രയോദശ്യം, കറുത്ത വർഷത്തിന്റെ ത്രയോദശി എന്നാ ജനിച്ചത്. കറുത്ത വാതിലാണെങ്കിൽ പോലും ഇത്ര നാൾ വലിയ പ്രശ്നമില്ല. ഏതാണെങ്കിലും ഈ ബാലാഷ്ടകാലങ്ങൾക്കൊക്കെ കുറച്ച് ശക്തി കൂടുതലാണ്, 3.5 വയസ്സ് വരേക്ക്. ആ കാലഘട്ടം വരെ വഴിപാടുകൾ മുടക്കം കൂടാതെ ചെയ്യണമെന്നാണ്. ഇപ്പോൾ 2025 നവംബർ മാസം 17-ാം തീയതി വൃശ്ചികം 1 സോമവാരം പകൽ 4:24 25 നാഴിക 2 വിനാഴിക ആ സമയത്തേക്കായിട്ടുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ 31 നാഴിക 49 വിനാഴിക നാളെ തുടങ്ങിയിട്ട് ആ സമയത്തേക്ക് ആയിട്ടുണ്ട്. തുലാം രാശിക്കൂറിൽ മേടം രാശിയുടെ ആദ്യത്തെ രേഖാണ് തിങ്കൾ ശ്രീമൽ പുണ്യകുമാരോ ഭൂജാത. കേദാരജ കൃഷികര സുഭുഭു പൂജ. കേദാരയോഗത്തിൽ വന്നാൽ ഈ എപ്പോഴും വിശപ്പ് സഹിക്കാൻ പറ്റാത്ത ആളായിത്തീരും 7 വയസ്സ് വരെ. നിങ്ങൾക്ക് ഇങ്ങനെ റെഡിയാക്കി വെച്ചോളാം അറിയാം അല്ലേ? തൃച്ചംബരം ക്ഷേത്രത്തിനെ കുറിച്ച് കേട്ടോ?
അവിടെ ഈ രാജരാജേശ്വര ക്ഷേത്രമുണ്ട്, തലശ്ശേരി കണ്ണൂരാ അല്ലേ അറിയാം. തൃച്ചംബരം ക്ഷേത്രത്തില് ശ്രീകൃഷ്ണൻ എങ്ങനെ വെച്ചാൽ വിശപ്പോട് കുടിക്കുന്ന ആളാണ്. അവിടുത്തെ ശാന്തിക്കാരൻ ആദ്യം തന്നെ വാതിലുണ്ടായി നിവേദ്യം നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം. പുലർച്ചെ 2 മണിക്ക് കുളിക്കൊന്നും വേണ്ട അത്ര പോകാൻ അവിടെ അഭിഷേകമൊന്നുമല്ല, അപ്പൊ തന്നെ ഭക്ഷണം കഴിക്കാനുള്ളത്. അതേപോലെ ഈ കൃഷ്ണന് കുറച്ച് അധികം വിശപ്പാണ്. ഒക്കെ റെഡിയാക്കി വെച്ചോ, നല്ല വാശി വെച്ചാൽ പിന്നെ അത് പിന്നെ ഭക്ഷണം കിട്ടിയാലും വാശി മാറില്ല. അതെ, കൊടുത്താലും വാശി നല്ല പിടിക്കില്ലേ. അപ്പൊ കേദാരജ കൃഷികര അസുഖവും പോരിയ വിശപ്പ് താങ്ങാത്ത ചെറിയ വിഷയമുണ്ട്. എപ്പോഴും ഇല്ല, 7 വയസ്സ് വരെ. അത് കഴിഞ്ഞാൽ ശരിയാവും. മാളവ്യോഗം അപ്പൊ അത് മാളവ്യോഗത്തിൽ പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ കാരണം ഈ ഗീതം, വാദ്യം, സംഗീതം ഈ വക കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളതായിത്തീരാം. എസ് ജന്മസമയ ശശിലഗ്നാൽ സൽഗൃഹോ ഭവതി കർമ്മണിസുക. ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ 10 ശുഭഗ്രം വന്നാൽ അമലായോഗം കാണുന്നുണ്ട്. അങ്ങനെ ആയുഷം വിനാശ സമ്പത്ത് എന്നാ പറയാം. പിന്നെ മഹാഭാഗ്യയോഗം കിട്ടുന്നത് കേസരി യോഗം, അതൊരു വല്ലാത്ത യോഗ. ഈ കേസരി യോഗം ഉണ്ടെങ്കിൽ തന്നെ ഒരുവിധം ദോഷങ്ങൾക്കൊക്കെ പരിഹാരമാണെന്നാണ് കാണുന്നത്. ഈ വാക്കിന് ഗുളികനൊന്നുമില്ല, സമാധാനം. ചിത്രാനക്ഷത്രം അസുരഗണാണ് അതിലെ. അസുരഗണാവും ചെയ്യുക 2 ഗുളികൻ നിന്നാൽ വാക്കൊക്കെ ദോഷമായി തീരുക. അപ്പൊ വാക്ക് വളരെ ക്ലിയർ ആയിട്ടുണ്ട്. സഹായഭാവം 3-ാം ഭാവമാണ്. താഴെ ഇനി കുട്ടിണ്ടാവാൻ യോഗമൊക്കെ ഉണ്ട് കേട്ടോ. എത്ര കത്തുന്ന തിരികളെ കൊണ്ട് ഫലം പറയണമെന്നാ. ഭാഗ്യം 5 തിരിയൊന്നും ഇടാത്ത അപ്പൊ താഴെ ഒരാളും കൂടി ഉണ്ടാവാനുള്ള യോഗം ഉണ്ട് കാണുന്നുണ്ട് കേട്ടോ. പിന്നെ 4-ാം ഭാവം നമ്മളെ വീട് എന്ന് പറയാം. അവിടുത്തെ വീട് ഭാവത്തിൽ ശുഭോദയുണ്ട്. 4-ാം ഭാവാധിപതി ചന്ദ്രനാഭാവത്തിന് 4 അപ്പൊ കുട്ടിയുടെ ജന്മം കൊണ്ട് അച്ഛന്റെ വീട്ടിലേക്കോ അമ്മയുടെ വീട്ടിലേക്കോ യാതൊരു കുഴപ്പമില്ല. മാതാ സുഖൻ മാതുലഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനമാസം ലാളിത്യം അമ്പ ശയനം ചുരുത്തി പശുവധികം ജന്മഗ്രഹം കൊടുത്താൽ ജനിച്ച വീട് 4-ാം ഭാവം കൊണ്ട് പറഞ്ഞാൽ വ്യാഴം പ്രസാദിച്ചു. 5-ാം ഭാവം മനസ്സാണ്. പ്രജ്ഞ, മേധ, പ്രതിഭ, വിവേകശക്തി, ആലോചിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് 5-ാം ഭാവം കൊണ്ട് പറയാം. ഭാവാധിപതി സൂര്യനാണ്. ആലോചിച്ച് പ്രവർത്തിക്കണമെങ്കിൽ ശിവക്ഷേത്രത്തിൽ വിളക്ക് എന്നാണോ ചാർത്തുന്നത് ആ ദിവസം മുതൽക്കാണ് ആലോചന ശക്തി വരാണ്. അപ്പോൾ കൊറോണ കഴിഞ്ഞാൽ ആദ്യം ഈ പറഞ്ഞ വഴിപാടൊക്കെ ചെയ്യണല്ലോ. രോഗസ്ഥാനത്ത് എന്താ അസുഖം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സമാധാനം കിട്ടും. ഈ ശബരിമലയ്ക്ക് വഴിപാടൊന്നുമില്ലല്ലോ. 12 വയസ്സ് വരെ ശബരിമലയ്ക്ക് പോകുന്ന സ്ഥാനത്തെ പണം പ്രാർത്ഥിച്ചു ഒഴിഞ്ഞ് കെട്ടിലിട്ട് കൊട്ടായിക്കണല്ലോ 12 വയസ്സ് വരേക്ക്. പിന്നെ 7-ാം ഭാവത്തില് ചന്ദ്രനും ശുക്രനും കൂടി നിൽക്കുന്നത്. എപ്പോഴും സഞ്ചാരിയായിരിക്കും. ഒരു പത്തിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ല. കുട്ടികളെ ഇരിക്കില്ല, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നറിയാം. അതാണ് ഇഷ്ടം. വീടിന്റെ ഉള്ളിൽ നിൽക്കുന്നതിനേക്കാളും ഇഷ്ടം പുറത്തേക്ക് വളർത്തുന്നതാണ്. കാരണം അതേപോലെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടമുള്ള ആളായിത്തീരുന്ന കാണുന്നുണ്ട്. യാത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. യാത്ര നല്ലതാണ്. ഉറക്കവും അതിലേറെ ഇഷ്ടമാണ്. അപ്പൊ അതേ കുട്ടികളെ ഉറക്കത്തിലാണ്. ഈ ഉറക്കത്തിൽ ശല്യപ്പെടുത്താൻ പാടില്ല. ഉറക്കം ശരിയായിട്ട് തരണം എന്നുള്ളത് കാണുന്നുണ്ട്. അവിടെ ശുക്രനും ചന്ദ്രനും കൂടി നിൽക്കുന്നുണ്ട്. പിന്നെ 8-ാം ഭാഗത്തെ സൂര്യനും ചൊവ്വയും ബുധനും കൂടി ആളല്ലേ. മാർത്താണ്ഡ അനിഷ്ട സംശയം നിരവശിവപിതൃപോപാധികൾ കൂടാൻ വ്യാധി അസ്ഥി. അപ്പൊ ഈ ശിവനുള്ള വഴിപാടാണ് പ്രധാനമായിട്ടുള്ളത് കേട്ടോ. പിന്നെ 9-ാം ഭാഗ്യം എന്നാ പറയാം. ഭാവാദിന് ഉച്ചസ്ഥനായിട്ട് നിൽക്കുമ്പോൾ ഭാഗ്യം പരിപൂർണ്ണമായിട്ടുണ്ട്. 10-ാം ഭാവം ചെയ്യുന്ന കർമ്മം എന്ന് പറയും. കർമ്മം കൊണ്ട് ഗുണം കിട്ടും. അങ്ങനെ കുറെ ഗുണങ്ങളൊക്കെ ഉള്ള സമയത്താണ് ജനിച്ചെന്നുള്ളത് കാണുന്നുണ്ട്. ലഗ്നത്തിന്റെ 4-ാം ഭാവം കൊണ്ടാണ് അമ്മ എന്ന് പറയാം. 4-ാം ഭാവത്തിന്റെ 4-ാം ഭാവം കൊണ്ടാണ് അമ്മമ്മ അറിയാം. അമ്മമ്മയുടെ എന്താ? അമ്മയുടെ അമ്മ വിജയിച്ചതാണ് ഭരണേശ്വരം അല്ലേ. ഭരണേശ്വരത്തില് ശനിദോഷം ഉണ്ട്. 7 ശനിയാണ് അയ്യപ്പന് വഴിപാടിയാം. 4-ാം ഭാവത്തിന്റെ 9-ാം ഭാവം കൊണ്ടാണ് അമ്മയുടെ അച്ഛൻ എന്ന് പറയാം. ഭാവാധിപതി വ്യാഴാണ്. വ്യാഴം ഫുൾ വോൾട്ടേജിലാണ്. ദോഷത്തിന് കുഴപ്പമൊന്നുമില്ല. രക്ഷപ്പെട്ടു. നക്ഷത്രം ദോഷങ്ങളൊക്കെ തീർന്ന സമയമാണ് കാണുന്നുണ്ട്. പിന്നെ ലഗ്നത്തിന്റെ 9-ാം ഭാവം കൊണ്ട് അച്ഛൻ എന്ന് പറയാം. 9-ാം ഭാവത്തിന്റെ 4-ാം ഭാവം കൊണ്ട് അച്ഛമ്മ. അച്ഛമ്മേനെ നാളെന്താ? പുത്രനാള. പുത്രത്തെ കാലം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കാലം കൂടെ ഏതാണെന്നറിയില്ല. അത് ശരി. പൊതുവെ ഇപ്പൊ ഒരു 8-10 മാസമായിട്ട് എന്താ അവസ്ഥ എന്നാ ഞാൻ പറഞ്ഞത്. ഏത് രാശിയാണ് ജനിച്ചത്? പോസിറ്റീവാണ്, നെഗറ്റീവാണ്? സന്തോഷമാണ്. അതെ അതെ. അപ്പൊ എന്താ വെച്ചാൽ ഏതോ ഉത്തരത്തിൽ കാലല്ല മനസ്സിലായി കേട്ടോ. കുട്ടിയുടെ ജന്മം കൊണ്ട് അച്ചമ്മയ്ക്കായിട്ട് യാതൊരു കുഴപ്പമില്ല. അച്ചമ്മയ്ക്ക് അച്ചമ്മേന്റെ സമയദോഷം, അമ്മമ്മയ്ക്ക് അച്ചമ്മയ്ക്ക് അവരവരുടെ സമയദോഷം മാത്രമേ ഉള്ളൂ. രണ്ടാളും അയ്യപ്പനെ നന്നായി ഭജിച്ചുള്ള. പിന്നെ 9-ാം ഭാവത്തിന്റെ 9-ാം ഭാവത്തിന്റെ ഭാവമാണ് അച്ഛൻ എന്ന് പറയാം. അച്ഛന്റെ നാമതാണ് രോഹിണി. രോഹിണി ആളുകാർക്ക് ഇപ്പോ കണ്ടകശനിയില്ല, 7 ശനിയില്ല, വ്യാഴമ്പഴയില്ല. നാളോടൊന്നും ഒരു കുഴപ്പമില്ല.
ഈ ലഗ്നാൽ 9-ാം ഭാവത്തിന്റെ 9-ാം ഭാവാധിപത്യം വഹിച്ച സൂര്യൻ ലഗ്നത്തിന്റെ അഷ്ടമത്തിലാണ്. അപ്പൊ ശിവക്ഷേത്രത്തിന് വഴിപാട് ചെയ്യുന്നതോടുകൂടി അച്ഛനും അച്ഛനും എല്ലാവരിലേക്കും പ്രാപ്തി ഉണ്ടെന്നുള്ളത് കാണുന്നുണ്ട്. പൊതുവെ രോഹിണിക്ക് ദോഷമുള്ള സമയമല്ല. ചുരുക്കി പറഞ്ഞാൽ കുട്ടിയുടെ ജന്മം കൊണ്ട് ആർക്കും ദോഷങ്ങളൊന്നും ഇല്ലാന്നുള്ളത് കാണുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ പൊതുവെ ഗ്രഹസ്ഥ പ്രകാരമൊക്കെ അനുകൂലമാണ്. ഭാഗ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിപാടൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദോഷത്തിന് പരിഹാരം വരുന്നത് കാണുന്നുണ്ട് കേട്ടോ. 3 വയസ്സും 3 മാസം വരെയാണ് സ്വഭാവശാലത്. ഈ ജാതവശാൽ വിചിന്തനം ചെയ്തതിൽ സർവേശ്വര കാരകനായിരിക്കുന്ന വ്യാഴത്തിന് കേന്ദ്രഭാസ്തുതിയും കേസരിയോഗവും മറ്റും വരികയാൽ ആയുർബലം, ഭാഗ്യം, പിതൃമാതൃ സൗഖ്യം, വിദ്യാദി കർമ്മലബ്ധി, മനോഗുണം, നൂതന ഗൃഹലാഭം, സഹജഭാവഗുണം, സഹോദരഭാവം ഗുണം ഉണ്ടാവും. കലാനിപുണത, വിവാഹാദി സൽകളത്ര, സന്താനാദി ഗുണാദികൾക്കും ലക്ഷണം കാണുന്നുണ്ട്. ദശനാഥനായിരിക്കുന്ന ചൊവ്വയ്ക്ക് ജന്മതാരാധിത്യം വരികയാൽ 4 വയസ്സുവരെ ബാലനഷ്ടകാലമാണ്. മാസം പ്രതി നാളിൽ ശിവക്ഷേത്രത്തിൽ കർഗഹോമം ചെയ്ത് വിഷ്ണു, ഭഗവതി, ഗണപതി ഇവർക്കൊക്കെ പുഷ്പാഞ്ജലി ചെയ്യാം. ഈ 4 വയസ്സുള്ളത് 7 വയസ്സ് വരെ ചെയ്യണം കർഗഹോമം. തതുവരെ 21 വയസ്സ് 3 മാസം വരെ രാഹുദശ, 37 വയസ്സ് വരെ വ്യാഴദശ, 56 വയസ്സ് വരെ ശനിദശ, 73 വയസ്സ് വരെ ബുധദശ, 80 വയസ്സ് 3 മാസം ആകുമ്പോൾ കേതുദശ ആവും. കേതു കഴിഞ്ഞാൽ പിന്നെ 20 കൊല്ലം ശുക്രദശ ഉണ്ട് കേട്ടോ. അത് ഇതിലൊരു കാര്യം, കേതുവിന്റെ സമയത്ത് കുറച്ചൊരു ദുർഘടാവസ്ഥയാണ്. സാദശ അന്ത്യം അതീവ ദോഷഫലമാക്കിയാൽ മൃത്യുഞ്ജയ ഗണപതി ഹോമാദികൾ ചെയ്യുകയും വൈഷ്ണവ ഭജനവും കർത്തവ്യം. മൃത്യുഞ്ജയവും ഗണപതിയും ചെയ്യണം. ഈ നമ്മളെ അനങ്ങിയാൽ മൃത്യുഞ്ജയം ചെയ്യാൻ പറ്റില്ല. മൃത്യുഞ്ജയം ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു കാലദോഷം ഉണ്ട്. അത്രയും ദുരിത സമയമാണെങ്കിൽ ചെയ്യാൻ മാത്രം. അപ്പൊ ഇതില് 80 വയസ്സ് കഴിഞ്ഞിട്ട് 3 മാസക്കാരാണ്. അപ്പൊ ആരാ പറയുക? അച്ഛൻ അത് ഒരു ദശ ക്രമേണ കഴിഞ്ഞാൽ ആ ദശാകാലം കഴിഞ്ഞാൽ പിന്നെ ക്രമത്തിൽ പിന്നീട് എഴുതിക്കോളണം എന്നാണ് എഴുതിയത്. നിർത്തിയിട്ടില്ല. ജാത എഴുതൽ അവിടെ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് കാണുന്നത് കേട്ടോ. അത് ഒരു ദശ ക്രമേണ സംയോജിച്ച. ഓം ശ്രീ മൂകാംബികായ നമഃ, ശ്രീമൽ ഗുരുചരണാന ബിന്ദാപ നമഃ, ശുഭം ഭവതു. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് സ്ഥിതിഗതികൾ ഒക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വഴിപാടിന്റെ വിവരങ്ങളൊക്കെ അത് എഴുതി കൊടുക്കണം. ഇനി ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ അറിയില്ല. ബേജാറായി നിങ്ങൾ എന്ത് പണി ചെയ്ത് എത്ര നേരം ചെയ്യാമെങ്കിൽ വേഗത ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി വന്നാൽ. അതില് ചിത്രനക്ഷത്രം ഈ കുട്ടിയുടെ പേരിൽ 7 വയസ്സുവരെ എല്ലാ ദിവസം ശിവക്ഷേത്രത്തിൽ കർഗഹോമം നടത്തി പിൻവിളക്ക് ധാരാ പുഷ്പാഞ്ജലി തിരുമധനം ചെയ്യേണ്ടതാണ്. ശിവക്ഷേത്രം, ഭഗവതി ക്ഷേത്രം, ശ്രീകൃഷ്ണ ക്ഷേത്രം, അയ്യപ്പ ക്ഷേത്രം ഈ 4 അമ്പലങ്ങളിൽ ഓരോ നെയ്വിളക്ക് സമർപ്പിച്ച് പുഷ്പാഞ്ജലി പായസം നിവേദിച്ച് പണം ഭണ്ഡാരം ചെയ്യേണ്ടത്. ഇത് പ്രധാനപ്പെട്ട പേപ്പറാണ്. കുറെ കാർത്തികളാണ്. അതെ. അപ്പം ഒരു ക്ഷേത്രത്തിൽ നമ്മൾ വിളക്ക് സമർപ്പിക്കുകയാണെങ്കിൽ തിരുമേനി പറയുന്നത് നെയ്യും തിരി കൊണ്ട് വിളക്ക് എത്താൻ അധികം പറയുന്നത്. പക്ഷെ നമ്മൾ വിളക്ക് കയറ്റുമ്പോൾ വിളക്ക് കൊടുക്കണം, അതിന് കൂടെ തിരി കൊടുക്കണം, കുറച്ച് ഒരു കെട്ട് തിരി, നെയ്യും കൂടി കൊടുത്തിട്ട് വേണം. അതൊക്കെ കൂടി കൊടുത്തിട്ട് ആ തിരുമേനി അത് കത്തിക്കണം. ആ കത്തിച്ച് കണ്ടിട്ടാണ് നമ്മൾ പോരേണ്ടത്. അപ്പോഴേ നെയ്വിളക്ക് കൊടുത്തു എന്നാവുള്ളൂ കേട്ടോ. അങ്ങനെ ഈ അമ്പലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഓരോ നെയ്വിളക്ക് സമർപ്പിച്ച് പുഷ്പാഞ്ജലി പായസം നിവേദിച്ച് പണം ഭണ്ഡാര സമർപ്പണം ചെയ്യാം. പിന്നീട് നവഗ്രഹ പൂജ എന്നുള്ള വഴിപാടും കൂടി ചെയ്യണം. ഈ നവഗ്രഹ പൂജ നമ്മൾ ഇവിടെ എവിടെയില്ല. ഇതിൽ എഴുതി മാണിക്യപുരം, അങ്ങാടിപ്പുറം മാണിക്യപുരം ക്ഷേത്ര സമീപം വിഷ്ണു ക്ഷേത്രത്തിൽ ചെയ്യുക. അവിടെ തൊട്ടടുത്ത് ഉണ്ടല്ലോ, അവിടെ ഒരു വട്ടം ചെയ്തായിട്ടോ. ഈ നവഗ്രഹ പൂജ ഈ 3-ൽ കൂടുതൽ ഗ്രഹങ്ങൾ അനിഷ്ടത്തിനായാൽ നവഗ്രഹ പൂജ ചെയ്തോളണം. അപ്പോൾ എല്ലാ വഴിപാടും ചെയ്ത് കഴിഞ്ഞിട്ട് ഈ അയ്യപ്പനുള്ള വഴിപാട് നമ്മൾ അവിടെ ചെയ്താൽ മതി. മാണിക്കൂരത്തെ ആ അയ്യപ്പന് വഴിപാട് ചെയ്യുന്ന സമയത്ത് അവിടെ തന്നെ ഇതും കൂടി നവഗ്രഹ പൂജകൾ ചെയ്താൽ വഴിപാട് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇത് നമ്മൾ ചെറുപ്പത്തിൽ ജാതകം വായിക്കൊണ്ട് അറിയണേ. ഇത് അറിയില്ല കഥ. കുറച്ചു കാലം കഴിഞ്ഞിട്ടാണെങ്കിൽ ബുദ്ധിമുട്ട് വരും. കാരണം ഈ ഗ്രഹങ്ങളുടെ ദോഷങ്ങളൊക്കെ അനുഭവിക്കാൻ തുടങ്ങണം. 12 വയസ്സ് വരെ ഇടവമാസം, കന്നിമാസം, മീനമാസം. ഒരു കൊല്ലത്തിൽ എല്ലാ മാസവും കഷ്ടകാലമൊന്നും ആർക്കും ഇല്ല. അപ്പൊ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവമാസം നല്ലതല്ല, കന്നിമാസം നല്ലതല്ല, മീനമാസം നല്ലതല്ല. ഈ മാസങ്ങൾ നല്ലതല്ല വെച്ചിട്ട് കാര്യം നടക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതിനുള്ള പ്രതിവിധി ഈ മാസങ്ങളിലെ തിങ്കളാഴ്ചകളിൽ പിൻവിളക്ക് ധാരാ പുഷ്പാഞ്ജലി തിരുമധനം പ്രത്യേകം ചെയ്യേണ്ടതാണ്. ഇടവമാസത്തിലെ എല്ലാ തിങ്കളാഴ്ചയും ഈ പിൻവിളക്കും ധാരയൊക്കെ ചെയ്യണം. അതേസമയം മെയ് മാസം ഈ പറഞ്ഞ മാസങ്ങളിൽ ചിത്ര നക്ഷത്രം വരുന്ന അന്ന് ശ്രീരുദ്രമന്ത്രം കൊണ്ട് ധാര ചെയ്ത് പൂവളമാരി പായസമരി സ്പെഷ്യലായിട്ട് നമ്മൾ ചെയ്തോളണം. അപ്പോഴാണ് കാലദോഷം ചെയ്യുക. ഈ ഇടവമാസത്തിൽ വഴിപാട് ചെയ്യാൻ വിട്ടുപോയാൽ പിന്നെ കന്നിമാസം വരെ കുട്ടിക്ക് കാലദോഷം കൂടുതലാവും. അപ്പൊ ഈ 3 മാസം പ്രധാനമായിട്ട് ചിന്തിക്കണം കേട്ടോ.
കൂളമാണ് ചെയ്യുക. 26-28 വയസ്സുകളിലൊക്കെയാണ് വിവാഹകാലം ഉള്ളത്. 25-29 വയസ്സുകളാണ് കർമ്മലെത്തി ജോലിയൊക്കെ കിട്ടുന്ന ആ കാലഘട്ടത്തിലാണ്. 27 വയസ്സിൽ വിദേശയാത്ര, ജോലി കിട്ടിയാലും ലീവ് എടുത്തിട്ട് ഞാൻ ഗൾഫിലൊന്ന് പോയവരാ അല്ലെങ്കിൽ UK എവിടെ അങ്ങനെയൊക്കെ പോയി വരാനൊക്കെ പറയും. 27 വയസ്സിലാണ് ശരിക്കും യാത്ര കൊണ്ട് മെച്ചപ്പെടുക കേട്ടോ. മകീരം, ചിത്രാവിട്ടം വിവാഹത്തിന് സ്വീകാര്യമല്ല. കാർത്തിക, രോഹിണി, മകീരം ഈ നക്ഷത്രം വരുന്ന ദിവസം ഒരു മാസത്തിൽ 3 ദിവസം കുട്ടിക്ക് കാലദോഷമുണ്ട്. അത് കാർത്തിക, രോഹിണി, മകീരം. അച്ഛൻ്റെ നാൾ വരുന്ന ദിവസം, അച്ഛൻ്റെ നാൾ കേട്ടോ, കുഴപ്പമില്ല കേട്ടോ. ആ നക്ഷത്രം അടങ്ങുന്ന, അതായത് രോഹിണി നാളും കാർത്തിക നാളും മകീര നാളും കൂടി വരുന്ന ഇടവൻ രാശിക്കൂറ് വരുന്ന ദിവസം ഒരു മാസത്തിൽ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ടാണ്. ബാക്കി 27 ദിവസം നല്ല, 3 ദിവസം മാത്രം കഷ്ടകാലമാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ.